KSTAയുടെ ടീച്ചേഴ്സ് ബ്രിഗേഡ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന അരികിലുണ്ട് അധ്യാപകർ എന്ന വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന വിദ്യാർത്ഥി പൊതുജന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി വലപ്പാട് ഉപജില്ലയിൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച തുറന്ന ക്യാൻവാസിൽ ലഹരിവിരുദ്ധ ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിനേക്കാളും കോവിഡിനേക്കാളും വലിയ രീതിയിൽ നാട് മുഴുവനും ലഹരി മാഫിയ കൈയടക്കുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. അതിനെതിരെ നമ്മുടെ നാട് ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഏതാണ്ട് 10 വയസ്സ് തുടങ്ങി 20 വയസ്സുള്ള കുട്ടികളെ വലിയ രീതിയിൽ ലഹരി മാഫിയ അവരുടെ കരിയറാക്കി മാറ്റിക്കൊണ്ട് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്ന പ്രവണതയും ഇതോടൊപ്പം വ്യാപകമായിട്ടുണ്ട്. 2023 കൊച്ചിയിൽ വന്ന ബോട്ടിൽ പിടിച്ചെടുത്തപ്പോൾ ഏതാണ്ട് 200 ടൺ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ വ്യാപാരത്തിന് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആരാണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. അത് കുട്ടികളുടെ കുഴപ്പം മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെയും കുഴപ്പം എന്നുള്ള രീതിയിൽ അതിനെ അടയാളപ്പെടുത്തേണ്ടി വരും. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഇതിലൊന്നും പങ്കാളികളല്ല എന്ന് നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച തുറന്ന ക്യാൻവാസിൽ ലഹരിവിരുദ്ധ ചിത്രം വരച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. KSTA ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ PB സജീവൻ ലഹരിവിരുദ്ധ പ്രഖ്യാപനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T മോഹൻ, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ, ട്രഷറർ AV സുദർശനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉപജില്ലാ ടീച്ചേഴ്സ് ബ്രിഗേഡ് ക്യാപ്റ്റൻ സുധീൻ KSന്റെ നേതൃത്വത്തിൽ പ്രശാന്ത്, പ്രീജിഷ, സരസ്വതി, വിജി, പ്രേംന, ഹെൻസിൻ, പ്രത്യുഷ്, കിരൺ എന്നിവർ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലുമായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ പരിപാടി നടത്തി.